അപ്പോൾ ഈ കോൺസെപ്റ്റ് ഓഫ് ഫിലിം മേക്കിംഗ്, ഇറ്റ്സ് നോ മോർ ഫിലിം മേക്കിംഗ്, ഇപ്പോൾ എല്ലാം ഡിജിറ്റലാണ്. അതെ. അത് ഹൗ യു ടേക്കിംഗ് ഇറ്റ്? ഇപ്പം ഡിജിറ്റൽ മേക്കിംഗ് എന്ന് പറയുമോ അതോ ഫിലിം മേക്കിംഗ് തന്നെ പറയുന്നതിനുള്ള ഒരു ഫിലിം മേക്കിംഗ് എന്ന് പറച്ചല് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം ഡിജിറ്റലായി. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ ഫിലിമിലാണ്. ഇപ്പോൾ നമുക്ക് ഉള്ള മെയിൻ ഒരു പ്രശ്നം, എനിക്ക് അടുത്ത എൻ്റെ സിനിമ ഫിലിമിൽ ചെയ്യാൻ പറ്റില്ല. നിർത്തിയിട്ടില്ല. സ്റ്റോക്ക് അവൈലബിൾ ആണ്, ബോംബെയിലൊക്കെ നമുക്ക് സാധനം കിട്ടും. പക്ഷേ ഇപ്പോൾ നമ്മളൊക്കെ പേടിക്കുന്ന ഒരു മെയിൻ കാര്യം, ഇത് പ്രോസസ്സ് ചെയ്യുന്ന ലാബ്സ് ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ ട്രസ്റ്റ് ചെയ്തിരുന്ന പല ലാബ്സും ക്ലോസ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഈ കിറ്റ് പ്രോസസ്സിങ്ങും പരിപാടിയൊക്കെ വളരെ റെയറായിട്ട് നടക്കുന്നതുകൊണ്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസിൻ്റെ ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കിപ്പോൾ അറിയില്ല. ഇപ്പോൾ ഐ എന്ന് പറയുന്ന സിനിമ ഞാൻ തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഡസ്റ്റ് ബസ്റ്റിങ് ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ഗ്രെയിൻസ് അല്ല, ഈ പൊടിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ നമുക്കിങ്ങനെ സങ്കടം വന്നു. കാരണം അൾട്ടിമേറ്റ്ലി സ്ക്രീനിൽ വരുമ്പോൾ വിഷ്വൽ നല്ല ക്വാളിറ്റിയിൽ വേണമല്ലോ. അപ്പോൾ അക്കാര്യത്തിൽ ഇപ്പോൾ ഡൗട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് കണ്ട ഒരു ഫിലിമിൽ ചെയ്ത പടം ദിൽ ധടക്നെ ദോ എന്ന് പറഞ്ഞ പടം, ഫർഹാൻ അക്തറിൻ്റെ. അവർ പക്ഷേ അതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് പുറത്താണ് ചെയ്തത്, ഇന്ത്യക്കകത്തല്ല. അപ്പോൾ ഇന്ത്യക്കകത്ത് പഴയ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സോ അത് ക്വാളിറ്റി ബിക്കോസ് ആണ്, അതൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് അതിനോട്ടുള്ളത്. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇസ് വൺ ഫാക്ടർ. വേറൊരു കാര്യം, ഞാൻ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക, ഡിജിറ്റൽ പ്രൊജക്ഷൻ വന്നപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫിലിമിൽ ചെയ്യുന്നൊരു സാധനത്തിന് നമുക്ക് ഏറ്റവും ക്വാളിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സന്തോഷത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. തട്ടത്തൻ മറയത്തൊക്കെ ഫിലിമിൽ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ അത് ഡിജിറ്റലി പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ക്വാളിറ്റിയിൽ നമുക്ക് ആൾക്കാർക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി ഡിജിറ്റലായപ്പോൾ ഈ ഫിലിമിനുണ്ടാവുന്ന ഡെപ്ത്ത്, ഫിലിമിൽ കിട്ടുന്ന ഒരു ടെക്സ്ചർ, ഫിലിമിന് കിട്ടുന്ന ഒരു ഫീല്, അതൊന്നും ഡിജിറ്റലിന് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയൊരു സ്കൂളിൻ്റെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാമറയെ ബഹുമാനിക്കുക. പിന്നെ ഓൾഡ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന മീഡിയത്തിനെ നമ്മൾ ബഹുമാനിക്കുക. പിന്നെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റിഹേഴ്സൽസ് ചെയ്ത് ടേക്ക് എന്ന് പറയുമ്പോൾ ആ ഫുൾ എനർജി നമ്മൾ ടേക്കിന് വേണ്ടിയിട്ട് സേവ് ചെയ്തിട്ട് അത് ചെയ്യുക. ഇപ്പോൾ ആ ഒരു സാധനം വിട്ടിട്ട് അതൊരു കുറച്ചുകൂടെ കാഷ്വൽ അഫെയറായി. അത് പല ആക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ എനിക്ക് ഫിലിം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഫിലിമിൽ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഡിസിപ്ലിൻ അതിലേക്ക് വരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അലേർട്ടായിരിക്കും, എല്ലാവർക്കും അറിയാം മണി ഈസ് റണ്ണിങ് ബിക്കോസ് ഫിലിം ഈസ് റണ്ണിങ്. അപ്പോൾ ആ ഒരു സാധനം എല്ലാവരുടെയും തലയിലുണ്ട്. ഈ ടേക്ക് ഓക്കെ ആക്കണം എന്ന് പറയുന്ന മൈൻഡ് സെറ്റിലാണ് എല്ലാ ആക്ടേഴ്സും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് അനദർ എനർജി. എനിക്ക് ആ എന്ന് പറഞ്ഞിട്ട് ഈ ഫിലിം റോൾ ചെയ്യുമ്പോൾ ഒരു ശബ്ദമുണ്ട്, അത് ഒരു മെൻ്റൽ അഡ്രിനാലിനാണ് ശരിക്കും. അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. അപ്പോൾ in so many ways it's better than to have a film reel. മോഹൻലാൽ ശ്രീനിവാസൻ കോമ്പിനേഷൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടോ അത് ഞാനായിട്ട് കൊണ്ടുവരണം എന്ന് ടു ദ സ്ക്രീൻ? എനിക്ക് നേരത്തെയൊക്കെ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അത് എങ്ങനെ പ്രാക്ടിക്കൽ ആവും എന്നുള്ള കാര്യത്തിൽ, കാരണം നമ്മൾ കണ്ടിട്ടുള്ള ദാസനും വിജയനും അവരുടെ ഒരു പ്രായവും അവരുടെ ഒരു എനർജിയും അവരങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതും അത് അവരുടെ ഒരു ചെറുപ്പം കൂടെ അതിലൊരു ഫാക്ടറാണല്ലോ. അപ്പോൾ ഇനി അതെങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. ഇനി മേ ബി ഒരു 10 years മുമ്പാണെങ്കിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് നമുക്ക് ഇപ്പം അതെനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും ആലോചിച്ച് വേറൊരു രീതിയിൽ അത് വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അടുത്ത പ്രോജക്റ്റ് എന്തുമായിട്ടാണ് വരുന്നത്? ഒരു സിനിമയുടെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡിസംബറിൽ ഷൂട്ട് ചെയ്യാനുള്ളൊരു നവംബർ-ഡിസംബറിൽ ഷൂട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമ. ആർട്ടിസ്റ്റ് കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല, കാരണം എഴുത്ത് നടക്കുന്നില്ല, അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ. അപ്പോൾ അത് ദുബായിലാണ് അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ. ഒത്തിരി പാടിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാമോ? നിൻ ഹൃദയമൗനം ഉൾക്കടലിനാഴം എന്നുമറിയുന്നു ഞാൻ മൂകമായി. നിൻ ഹൃദയമൗനം
ഉൾക്കടലിനാഴം എന്നുമറിയുന്നു ഞാൻ മൂകമായി അലയായി നിന്നിലുണരാൻ മിഴികളിലെ സജലമൊരു സൗവർണ സങ്കൽപ്പമായി വന്നു ഞാൻ. Thank you so much. Thank you. Thank you so much for coming. Thank you so much for calling. Project. Thank you. All the best. Thank you.